വടകരയിൽ UDF പരിപാടിയിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ RMP നേതാവ് ഹരിഹരനെ പൂർണ്ണമായും തള്ളി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത പരാമർശമാണ് നടത്തിയത്. ദൗർഭാഗ്യകരമായ പരാമർശത്തിൽ RMP തന്നെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. കാഫർ എന്നൊക്കെ പറഞ്ഞ് പ്രചരിച്ച സ്ക്രീൻഷോട്ട് വ്യാജമാണെന്നും ഷാഫി പറമ്പിൽ MLA കണ്ണൂരിൽ പറഞ്ഞു. RMP നേതാവ് KS ഹരിഹരനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് പൊതുപരിപാടിയിൽ ഉപയോഗിച്ചത്. രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല. 100% തെറ്റായ വാക്കുകളാണ് ഹരിഹരൻ ഉപയോഗിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ്. പൊതു ഇടങ്ങളിലും പൊതുപ്രവർത്തന മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാ വനിതകളും അവരോട് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ അവരുടെ പ്രകടനങ്ങളെ സംബന്ധിച്ചിട്ട് പല അഭിപ്രായങ്ങൾ അത് പറയാം. അതല്ലാതെ ആരെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കോ വാചകോ വരാൻ പാടില്ല എന്നുള്ളത് 100% ഒരു പോളിസിയായിട്ട് എല്ലാവരും കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. വടകരയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യവും പാടില്ല എന്ന ചിന്തയിലാണ് പ്രതിപക്ഷ നേതാവിനെ അടക്കം പങ്കെടുപ്പിച്ച് അവിടെ UDF പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ തെറ്റായ പരാമർശം ഉണ്ടായത് ഖേദകരമാണ്. ആർക്കും മറുപടി കൊടുക്കാൻ നടത്തിയ പരിപാടിയായിരുന്നില്ല അതെന്നും ഷാഫി വ്യക്തമാക്കി. ആ പരിപാടി തന്നെ അതിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ പരിപാടിയല്ല. ഞങ്ങളെല്ലാവരും ആ നാട് ഒരുമിക്കണം എന്ന വാചകത്തിലാണ് ഞങ്ങളുടെ എല്ലാം പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചത്. എന്ന് മാത്രമല്ല, വളരെ മോശപ്പെട്ട കമൻറ്റുകൾ അവിടെ മുമ്പ് നടന്ന പരിപാടികളിലൊക്കെ ഭാഗമായിട്ട് വ്യക്തിപരമായി ഞങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും അതിനൊന്നും ആ തരത്തിലുള്ള മറുപടിയോ അതല്ലെങ്കിൽ അതിനൊക്കെ ഒരു തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയല്ല. വടകരയിലെ ജനങ്ങൾ ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്നുള്ളൊരു സന്ദേശം മാത്രം കൊടുക്കാൻ ആഗ്രഹിച്ചൊരു പരിപാടിയിൽ ദൗർഭാഗ്യകരമായി പോയി അത്തരമൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. CPM നേരത്തെ നടത്തിയ പരാമർശങ്ങൾ വെച്ച് ഈ പരാമർശത്തെ ബാലൻസ് ചെയ്യാനും ഞങ്ങളില്ല. അല്ല, ഈ വാചകങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. ഈ വാചകങ്ങളെ വേറെന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ അനുഭവങ്ങൾ, ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞ വാചകങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുക. അതൊന്നും വെച്ചിട്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കില്ല. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാഫർ പരാമർശത്തിൻ്റെതായി വന്ന സ്ക്രീൻഷോട്ട് വ്യാജമായി പ്രചരിപ്പിച്ചതാണ്. അതിൽ പോലീസാണ് നടപടിയെടുക്കേണ്ടത്. പലതവണ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടും അനക്കമില്ല. കൃത്യമായ നടപടിയെടുക്കേണ്ടത് പോലീസാണ്. പോലീസ് എന്താണ് അത് ഡിലേ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഒരു നാടിൻ്റെ സമാധാനം ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് പോലീസ്. ഒരു വ്യാജ സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ ആ നാടിൻ്റെ സമാധാനം കെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് വ്യാജമാണെന്ന് പൊതുജനത്തോട് പറയാനും ഒപ്പം ആ വ്യാജ സൃഷ്ടി ആരുടേതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഉത്തരവാദിത്തമുള്ള പോലീസ് ഈ വ്യാജ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താൻ കൂട്ടുനിൽക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുകയാണ്. RMP നേതാവ് KS ഹരിഹരൻ LDF സ്ഥാനാർത്ഥി KK ശൈലജയെയും സിനിമാ താരം മഞ്ജു വാര്യരെയും പരാമർശിച്ച് അങ്ങേയറ്റം മ്ലേച്ഛമായ ഭാഷയാണ് പൊതുയോഗത്തിൽ ഉപയോഗിച്ചത്. കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ UDF ആകെ വെട്ടിലായതോടെയാണ് നേതാക്കൾ പരക്കെ ഹരിഹരനെ തള്ളിപ്പറഞ്ഞത്. RMP നേതാവ് KK രമയും ഹരിഹരനെ തള്ളിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.